ഹലോ ഓൾ വെൽക്കം ടു ബയോളജി നോളജ് വേൾഡ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബയോളജി മാത്രമല്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ സബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള ലെക്ചർ വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഒരു ലെക്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള CSIR നെറ്റ്, അതേപോലെ തന്നെ ഗേറ്റ് പോലത്തെ എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പൊതുവേ നമുക്ക് എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. +1 +2 പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. CBSE ICSE അതേപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡിലൂടെയൊക്കെ ഇൻടേക്ക് ചെയ്യുന്ന, നമ്മൾ കഴിക്കുന്ന ആ ഗ്ലൂക്കോസിനെ എങ്ങനെയാണ് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിനെ നമ്മുടെ ബോഡി അങ്ങനെ റെഡിലി ആണോ എടുക്കുന്നത്? അല്ലല്ലോ. അതിന് ഒരുപാട് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് എൻസൈംസുകളുണ്ട് അല്ലേ? ആ എൻസൈംസുകളൊക്കെ യൂസ് ചെയ്ത് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. പൊതുവേ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോസോൾ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസിന് ഒരുപാട് ഫേറ്റുകളുണ്ട്. ഇപ്പോൾ ഡിഗ്രി ആൻഡ് PG ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതായത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ, അതായത് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഗ്ലൂക്കോസിനെ പല ഫേറ്റുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ ഗ്ലൂക്കോസ് ഒന്നല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നിന്ന് ഡയറക്റ്റ്ലി പൈറുവേറ്റ് കൺവേർഷനിലേക്കോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നിന്ന് ഗ്ലൈക്കോജനിലേക്കോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നിന്ന് റൈബോസ് NADPH പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്നൊക്കെ നമ്മൾ പറയും. ആ പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യാം. അപ്പോൾ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ പൈറുവേറ്റ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, നമ്മുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഒരു അനൈറോബിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അനൈറോബിക് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കതിന് ഓക്സിജൻ ആവശ്യം വേണമെന്ന് നിർബന്ധമില്ല. അതാണ് നമ്മുടെ അനൈറോബിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ നമ്മുടെ ഗ്ലൈക്കോളിസിസിന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ പാത്വേയിലേക്ക് കിടക്കാം. അപ്പോൾ ഗ്ലൈക്കോളിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. അവിടെ വരുന്ന എൻസൈമാണ് ഹെക്സോസ് കൈനേസ് എൻസൈം എന്ന് പറയുന്നത്. ഈ എൻസൈംസ് ആയാലും ഈ സബ്സ്ട്രേറ്റുകളായാലും എല്ലാതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സ്റ്റെപ്പുകളിലും. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കൈനേസ് എന്ന് പറയുന്ന എൻസൈം വരുന്നുണ്ട് അല്ലേ? എപ്പോഴും ആലോചിക്കുക, കൈനേസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ATP to ADP കൺവേർഷൻ ഉറപ്പായിട്ടും നടന്നിരിക്കും. അപ്പോൾ ഈ എൻസൈംസിൻ്റെ പേരുകൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പേരുകളാണ്, നമുക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, നമുക്ക് പഠിക്കാൻ വളരെയധികം സുഖമാണ്. കാരണം ഇവിടെ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ, അതായത് ഹെക്സോസ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും അവർ 6 കാർബൺ മോളിക്യൂൾസ് ആണ്. 6 കാർബൺ മോളിക്യൂൾസിനെയാണ് നമ്മൾ പൊതുവേ ഹെക്സോസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്? ഗ്ലൂക്കോസിനെയാണ് അല്ലേ? ആ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 6 കാർബൺ മോളിക്യൂളാണ്. അപ്പോൾ നമുക്ക് ഹെക്സോസ് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ കൈനേസ് എവിടെ നിന്നാണ് വന്നത്? കൈനേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടെ നോക്കി നമ്മുടെ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണല്ലേ? അതായത് ഗ്ലൂക്കോസിൻ്റെ 6th പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഈ പറഞ്ഞ നമ്മുടെ കൈനേസുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എൻസൈം ഹെക്സോസ് കൈനേസ് എന്ന് മാറിയത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൽ നിന്ന് നമ്മുടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അവിടെ വരുന്ന എൻസൈമാണ് ഹെക്സോസ് കൈനേസ്. അവിടെ ഒരു ATP to ADP കൺവേർഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. അവിടെ വരുന്ന എൻസൈമാണ് ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്നുള്ളത്. അതായത് നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ ഒരു ഐസോമർ ഫോമാണ് ഫ്രക്ടോസ്
ഫ്രക്ടോസ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഐസോമറേസ് എന്നുള്ള പേര് വരാൻ കാരണം. ഇനി എന്തുകൊണ്ടാണ് ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫോമിലിരിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കവിടെ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്നുള്ള എൻസൈം യൂസ് ചെയ്യാൻ കാരണം. ഇവിടെ നമുക്ക് ATP കൺവേർഷൻ ഇല്ല. കാരണം എന്താ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കൈനേസ് അല്ല. ഓക്കെ, അടുത്തത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ഫോം ചെയ്യാണ്? ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്താണ് ഈ ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ? ബിസ് ഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ 2 പൊസിഷനിലായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു മോളിക്യൂളിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ബിസ് ഫോസ്ഫേറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രക്ടോസിൻ്റെ 1 പൊസിഷനിൽ, ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്? നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയാൻ കാരണം, ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രക്ടോസ്. ഓക്കെ, നമ്മളവിടെ ഒരു കാര്യം വിട്ടുപോയി അല്ലേ? ഫ്രക്ടോകൈനേസ് എന്നുള്ള എൻസൈമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രക്ടോകൈനേസ്. കൈനേസ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്? അതന്നെ ATP to ADP കൺവേർഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് എന്ന് എന്താണ് നമുക്ക് ഫോം ചെയ്യുന്നത്? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. അതേപോലെ DHAP ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ്. ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എന്താണ് ഫോം ചെയ്യുന്നത്? 2 ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണല്ലേ ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റുമാണ് നമുക്കിവിടെ ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നത്. അവിടെ വരുന്ന എൻസൈമാണ് ആൽഡോലേസ് എന്നുള്ളത്. അവിടെ വരുന്ന എൻസൈമാണ് ആൽഡോലേസ്. ഈ എൻസൈംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് എന്താണ്, ആ ഒരു എൻസൈമിൻ്റെ പേര് മാത്രം നമ്മളൊന്ന് ഓർത്ത് വയ്ക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഒരുവിധം കിട്ടുന്ന എൻസൈമുകളുടെ പേരാണ്. ആൽഡോലേസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഈ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് മാത്രമേ നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്പുകളിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റെപ്പുകളിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു DHAP എന്ന് പറയുന്ന ഒരു മോളിക്യൂളോട് ഉണ്ടായി വെച്ചിട്ടുണ്ട് അല്ലേ? ഈ DHAPക്ക് ഫെർദർ സ്റ്റെപ്പുകളിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ DHAPനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. അവിടെ ഒരു ഐസോമറേസിൻ്റെ ആവശ്യമുണ്ട്. ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 കാർബൺ മോളിക്യൂൾസ് ആണ്. അതായത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ മോളിക്യൂളാണ്. ഈ 6 കാർബൺ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ മോളിക്യൂൾസ് ആക്കി എടുത്തതാണ് ഏതൊക്കെ? നമ്മുടെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റും. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കൺവേർഷൻ പോസിബിൾ ആണ് എന്ന് പറയുമ്പോൾ അവർ എന്താണ്? ട്രയോസുകളല്ലേ, 3 കാർബൺ മോളിക്യൂൾസ് അല്ലേ. അതുപോലെ അവർക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളും ഉണ്ട്. ഐസോമറേസ് എന്ന് പറയുമ്പോൾ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ ഫസ്റ്റ് ഈ സ്റ്റെപ്പിൽ പറഞ്ഞുല്ലോ ഐസോമറേസ് എന്നാണ് പറയാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പേരെന്ത് വന്നത്? ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ പറയുന്നത് വെച്ചാൽ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. അപ്പോൾ ഇവിടെ എത്ര മോളുണ്ട്? ഈ സ്റ്റെപ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അതായത് ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് അത് 2 മോൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുവരെയുള്ള എല്ലാ സ്റ്റെപ്പുകളിലും നമ്മൾ ഓരോ മോൾ വെച്ച് മാത്രമാണ് പറഞ്ഞത്. 1 മോൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ 1 മോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്? 2 ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. അത് കഴിഞ്ഞ് അടുത്ത പ്രൊഡക്റ്റ് എന്താണ്? അത് 2 മോൾ വെച്ചിട്ടാണ് നമ്മളിനി പറയേണ്ടത്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്ന് ഇനി ഉണ്ടാവുന്നത് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. അപ്പോൾ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് പൊസിഷനിലും 3rd പൊസിഷനിലും എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള ഒരു ഗ്ലിസറേറ്റ് മോളിക്യൂളാണ് ആ സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നത്. ഇവിടെ വരുന്ന എൻസൈമിൻ്റെ പേരാണ് ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റ്
ഡീഹൈഡ്രോജിനേസ് എന്നുള്ളത്. ഡീഹൈഡ്രോജിനേസ് ആണ്, ഹൈഡ്രോജിനേസ് അല്ല. അതൊന്ന് നോട്ട് ചെയ്യണം. അവിടെ ഹൈഡ്രോജിനേസിനെ കൊടുത്തിട്ടുള്ളൂ, ആക്ച്വലി അത് ഡീഹൈഡ്രോജിനേസ് ആണ്. അപ്പോൾ ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NADയിൽ നിന്ന് NADH, നമുക്കറിയാം എനർജി മോളിക്യൂളുകളാണ് ATPയും NADയും അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് 2 NAD ഉപയോഗിക്കാൻ കാരണം മുന്നത്തെ സ്റ്റെപ്പിൽ 2 ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ 2 NADയും ഒരു PIയും കൂടി ചേർന്ന് എന്താണ് ഫോം ചെയ്യുന്നത്, 2 NADH മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 NADH ഇവിടെ നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3-phosphoglycerate ഫോം ചെയ്തെടുക്കും. 3-phosphoglycerate ഉണ്ടാക്കാൻ അപ്പോൾ ഇപ്പോൾ തേർഡ് പൊസിഷൻ, നേരത്തെ 1ലും 3ലും എന്തുണ്ടായിരുന്നു, ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, 3ൽ മാത്രമായിട്ട് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ചുരുങ്ങിയേക്കാണ്. അപ്പോൾ 3-phosphoglycerate ഉണ്ടാവുന്നു. അവിടെ വരുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. ഇവിടെ നമുക്ക് കൈനേസ് എൻസൈമാണ് വരുന്നത്. മുന്നത്തെ സ്റ്റെപ്പുകളിൽ നമ്മൾ പറഞ്ഞു കൈനേസുകൾ വരുമ്പോൾ അവിടെ ആരുണ്ടായിരിക്കും, ATP to ADP കൺവേർഷൻ ഉണ്ടായിരിക്കും. ഇവിടെ വരുന്നത് ADP to ATP കൺവേർഷനാണ്. അതായത് നമുക്ക് ഇതിൽ ചില സ്റ്റെപ്പുകളിൽ നമുക്ക് റീജനറേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് അതിലേക്ക് ഞാൻ കിടക്കാം, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അതായത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പുകളിൽ യൂസ് ചെയ്ത സാധനം അടുത്ത സ്റ്റെപ്പുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. 1,3-bis ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് എന്താണ് ഫോം ചെയ്തെടുക്കുന്നത്, 3-phosphoglycerate നമ്മൾ ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ വരുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ്. ഇവിടെ ADPയിൽ നിന്ന് to ADP to ATP കൺവേർഷനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 3-phosphoglycerate ഇനി അടുത്തത് എന്താണ് ഫോം ചെയ്യുന്നത്, 2-phosphoglycerate ആണ് ഫോം ചെയ്യുന്നത്. അവിടെ വരുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. നോക്കിക്കേ, ആ പേര് കാണുമ്പോൾ നമുക്കറിയാമല്ലേ, അതായത് 3-phosphoglycerate എന്ന് 2-phosphoglycerate. അതായത് അവിടെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, മോളിക്യൂളിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ മ്യൂട്ടേസ് എന്നുള്ള എൻസൈം യൂസ് ചെയ്യാനായിട്ട് കാരണം. ഓക്കെ, ഇനി അടുത്തത് 2-phosphoglycerateൽ നിന്ന് നമ്മൾ എന്ത് ഫോം ചെയ്തെടുക്കുകയാണ്, ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ്, അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്തെന്നും പറയാറുണ്ട്, പെപ്പ് എന്നും പറയാറുണ്ട്. PP അല്ലെങ്കിൽ പെപ്പ് എന്ന് പറയാറുണ്ട്. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ഉണ്ടായി ഈനോൾ ഫോം അല്ലേ, അപ്പോൾ അവിടെ വരുന്ന എൻസൈമാണ് ഈനോലേസ് എന്നുള്ള എൻസൈം. നമ്മുടെ പെപ്പ് ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക്, ഗ്ലൈക്കോളിസിസിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്, പൈറുവേറ്റ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് കൈനേസ്. അപ്പോൾ ഓർമ്മിക്കുക, കൈനേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരുണ്ടായിരിക്കും കൂടെ, ADP to ATP കൺവേർഷനുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസിൻ്റെ സ്റ്റെപ്പ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്, ഒരു പാത്വേ ആണ്. അത് നമ്മൾ സിമ്പിളായിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ആരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വിട്ടുപോകരുത്. ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. അങ്ങനെ നമ്മളിവിടെ എന്താണ് ഫോം ചെയ്തെടുത്തിട്ടുള്ളത് നോക്കിയേ, ഒരു ഗ്ലൂക്കോസിൽ നിന്ന്, അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് നമ്മൾ 2 പൈറുവേറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എന്താണ്, ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 പൈറുവേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പൈറുവേറ്റിന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നേരെ TCA സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്നൊക്കെ പറയും, ആ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യാം. അതിനും ചില ഇടയ്ക്ക് കുറച്ച് ലിങ്ക് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില റിയാക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് കൺവേർഷനാണ്. അതിലേതൊക്കെ എൻസൈംസ് വരുന്നുണ്ട് എന്നുള്ളതെന്ന് ഓർമ്മിക്കുക, ഏതൊക്കെ സബ്സ്ട്രേറ്റുകളുണ്ട്, ഏതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ഫോം ചെയ്തെടുക്കുന്നത്, ആ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമിൽ ഏത് എനർജി മോളിക്യൂളാണ്, ATP ആണോ ADP ആണോ എന്നുള്ളതൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഇനി നേരത്തെ ഞാൻ പറയാമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് നമുക്കിതിൽ 2 ഫേസസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് ആ 2 ഫേസ് എന്ന് പറയുന്നത്,
ഒന്ന് നമ്മുടെ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും. അതായത് ഈ ഐസോമറേസ് വരെയുള്ള ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്ന ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൂക്കോസിനത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് അതിനിങ്ങനെ നമ്മൾ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താണ് അവരതിനെ റെഡിയാക്കി നിർത്തണ്ടേ, അവരതിനെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്ത് നിർത്തണ്ടേ. ആ ഒരു പ്രിപ്പറേഷൻ നടത്തുന്ന സ്റ്റേജാണ് ഏതെന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയും. എന്തെന്ന് പറയും? റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയും. റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെപ്പിലാണ് തീരുമാനിക്കപ്പെടുന്നത് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിക്കൊള്ളണം, അതിന് വേറൊന്നും ആവാനായിട്ട് പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലൂക്കോസിന് എന്ത് വേണമെങ്കിലും ആവാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുന്തോറും ഗ്ലൂക്കോസിന് ഒരു കാര്യം മനസ്സിലാവും, ഓക്കെ ഞാൻ ഇനി പൈറുവേറ്റ് ആയേ പറ്റൂ, എനിക്കിനി വേറെ ഒന്നും ആവാൻ പറ്റില്ല. ആ തീരുമാനിക്കുന്ന സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് പറഞ്ഞു. പ്രിപ്പറേറ്ററി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സിനെ നമ്മളെന്ന് പറയുന്നത് പേ ഓഫ് ഫേസ് എന്നാണ്. പേ ഓഫ് ഫേസ് എന്നാണ്. എന്താണ് ഈ പേ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രിപ്പറേറ്ററിയിൽ നോക്കിയേ ഈ 2 സ്റ്റെപ്പുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എ ടി പിനെ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. എ ടി പി നമുക്കങ്ങനെ വെറുതെ കിട്ടുന്നതാണോ സെല്ലിൽ? അല്ല, നമുക്കത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ കൊടുക്കാനുള്ള സ്റ്റെപ്പ് ഈ ഫസ്റ്റത്തെയും സെക്കൻഡ് സ്റ്റെപ്പിൽ യൂസ് ചെയ്ത എ ടി പികളെ തിരിച്ചു കൊടുക്കുന്ന സ്റ്റെപ്പുകളാണ് ഈ പേ ഓഫിൽ വരുന്നത്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ തേർഡ് സ്റ്റെപ്പ് കണ്ടോ? തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് 2 എ ടി പി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഫോർത്ത് സ്റ്റെപ്പിൽ നോക്കിക്കേ, നമുക്ക് പിന്നെ 2 എ ടി പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 എ ടി പി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രിപ്പറേറ്ററിയിൽ 2 ഉപയോഗിച്ചുല്ലോ, അപ്പോൾ ആ 2 നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ 4 - 2 = 2. അപ്പോൾ നമ്മുടെ ഗ്ലൈക്കോളിസിസിൻ്റെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ് ഗ്ലൈക്കോളിസിസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എ ടി പി എന്ന് ചോദിച്ചാൽ 2 എ ടി പി ആണ്. NADH ചോദിക്കാറുണ്ട്. അപ്പോൾ NADH ആയിക്കോട്ടെ, NADH എന്ന് പറയുന്നത് എത്ര NADH നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്? എത്ര NADH ഉണ്ട്? 2 NADHും അതേപോലെ 2 ATPയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഗ്ലൈക്കോളിസിസിൻ്റെ എനർജി ഗെയിൻ എന്ന് പറയുന്നത്. എത്രയാണ്? 2 NADH and 2 ATP are the energy molecules produced in glycolysis. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഒരു മോശം പ്രോസസ്സാണെന്ന് പറയാൻ പറ്റുമോ? യൂസ് ഇല്ലാത്ത പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കിവിടെ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി എടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 NADHും ATP ഫ്രീ ആയി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു എനർജി ഫേവറിങ് പ്രോസസ്സാണ്, അതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് അല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്ലൈക്കോളിസിസിൽ പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.